മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ മെൻസ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കേസിൽ പ്രതിയായ കോഴിക്കോട് വടകര സ്വദേശി ഷിംജിത മുസ്തഫയ്ക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. യുവതിയെ പോലീസ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപണമുണ്ട്. കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിലാണ് ഇപ്പോൾ മെൻസ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസിൽ പ്രതിയായ കോഴിക്കോട് വടകര സ്വദേശി ഷിംജിത മുസ്തഫയ്ക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് നിർദ്ദേശിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. യുവതിയെ പോലീസ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തിൽ ഈ പ്രതിയായ ഷിംജിത സംസ്ഥാനം വിട്ടു എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. മംഗളൂരിലേക്ക് കടന്നതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിൽ മുൻകൂർ ജാമ്യത്തിനായി ഷിംജിത ശ്രമിക്കുന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ദീപകിന്റെ മരണത്തോടനുബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ മെൻസ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കേസിൽ പ്രതിയായ ഷിംജിത മുസ്തഫയ്ക്കെതിരെ ലുക്കൌട്ട് നോട്ടീസിന് നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ മെൻസ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കേസിൽ പ്രതിയായ കോഴിക്കോട് വടകര സ്വദേശി ഷിംജിത മുസ്തഫയ്ക്കെതിരെ ലുക്കൌട്ട് നോട്ടീസിന് നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. യുവതിയെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. കേസ് CBIയോ മറ്റനുബന്ധ ഏജൻസിയോ അന്വേഷിക്കണമെന്നടക്കമുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്.